എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മൾ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോണേനെ 7 മണിക്കാണ് കുർബാന. അപ്പോൾ കുർബാനയും കൂടിയിട്ട് വണ്ടി വെഞ്ചരിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിരിക്കണം. കുട്ടി വാ കൂട്ടിയാ നോക്കിട്ടോ. അപ്പം ഞാൻ ഈ സാരി എടുത്തിട്ട് പള്ളിയിൽ പോകണല്ലേ, സാരി എടുക്കാൻ വേണ്ടി ഇതൊക്കെ കൂട്ടാൻ പറ്റുമോ? കൊച്ചേ ഹായ് പറ. ഇത് വണ്ടി കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വണ്ടി കിട്ടി അന്ന് തന്നെ കണ്ണമാലി പള്ളിയിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നമ്മൾ വണ്ടി വെഞ്ചരിച്ച ശേഷം പിന്നെ ആദ്യം പോണത് കൃപാസനത്തിലോട്ടായിരിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതേക്കെ പോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുന്നതിന് പള്ളിയിൽ പോയിട്ട് വണ്ടി വെഞ്ചരിച്ച ശേഷം വീട്ടിൽ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നേരെ കൃപാസനത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ നിൽക്കണേണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പനില്ല, അപ്പനിന്ന് വലപ്പണിയുണ്ട്. അപ്പോൾ അപ്പം വലപ്പണിക്ക് പോയേക്കണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അങ്ങോട്ട് നടക്കണേണേ. നടന്നാണ് നമ്മൾ പോണതാണോ? അത് കുഴപ്പമില്ല, ഉച്ചിനി വെള്ളം കുടിക്കാനല്ലേ അല്ലേ. ഇത് പള്ളിയിലായപ്പോൾ നടക്കാൻ കഴിയൂല. കാറങ്ങനെ മൂടാൻ പറ്റുള്ളൂ. അതില്ല മുകളിൽ മറ്റൊരു കുന്തം പോലത്തെ സാധനമില്ലേ, ആൻറ്റീനെ എന്താ പറയുക, അതുകൊണ്ടിട്ടാണ് നമുക്കത് എത്താതെ പോയാ. വണ്ടി ബുക്ക് ചെയ്തിട്ടേ 1 മാസം 10 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ബ്ലാക്ക് ആയതുകൊണ്ട് ഇച്ചിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പം മുകളിൽ ഒരു ആൻറ്റിനെ പോലെ സംഭവം ഉള്ളതുകൊണ്ടിട്ടേ കാർ ഷീറ്റൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു സാധനം ഉള്ളത് കൊണ്ടിട്ട് കറക്റ്റ് ഫിറ്റാക്കി വെക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ തലേ ദിവസം, അതായത് വണ്ടി കിട്ടിയ വൈകുന്നേരം വന്നിട്ട് തന്നെ മൂടി ഇട്ട് കേട്ടോ. അന്ന് തന്നെ നല്ല മഴയും പെയ്ത്. ഗേൾ ഫ്രണ്ട് കയറാന്ന് കയറാലോ. പിന്നെ കഴിഞ്ഞ ലോങ് വീഡിയോക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി പാർക്കിംഗ് ഏരിയയിൽ ഇടുമെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ ഭയങ്കര വെള്ളം നിൽക്കും, നമ്മുടെ വഴി മൊത്തം. പിന്നെ റോട്ടിലും നിൽക്കും കേട്ടോ, വെള്ളവും ചെളിയും ഒക്കെ കൂടെ ആകെ കൂടെ ഒരു ഇങ്ങനെ എന്താ പറയുക, അലുത്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഒരു മഴ കഴിയണവരെ 2-3 മാസം പാർക്കിംഗ് ഏരിയയിൽ ഇടാമെന്നാണ് ഇപ്പം ആലോചിച്ചിങ്ങനെ ഇരിക്കണത്. അപ്പോൾ അതേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുർബാന തുടങ്ങി ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ ഓടിയിട്ട് ഞങ്ങൾ പോയി കുർബാനയൊക്കെ കൂടിയ ശേഷം അച്ഛൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾ വണ്ടി വെഞ്ചരിക്കണ കാര്യം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് വണ്ടി കുറച്ചുകൂടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ അതേ ചേട്ടൻ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് മുമ്പിലോട്ട് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ വന്ന് 2 അച്ഛന്മാരുണ്ടായിരുന്നു കേട്ടോ, കൊച്ചച്ഛന്മാരായിരുന്നേ. പിന്നെ വണ്ടി വെഞ്ചരിച്ചു, പ്രാർത്ഥിച്ച്, പുത്തൻ വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ അതേ താക്കോലും കൂടെയൊക്കെ വെഞ്ചരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയത് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്താലും പുതിയതെടുത്താലും ഒന്ന് വെഞ്ചരിച്ചിട്ടൊക്കെ എടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ പഴയ കാർ എടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, വെഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേ നമ്മളിനി വീട്ടിലോട്ടാണ് കേട്ടോ പോണത്. അപ്പം ഞാൻ ഇനി രാവിലത്തെ ചായ കുടിക്കുള്ളതൊക്കെ ഉണ്ടാക്കണം. ഉച്ചക്കത്തേക്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, കാരണം അപ്പന് വലപ്പണിയുള്ളതുകൊണ്ട് അപ്പന് ഇനി വൈകിട്ടേ വരുള്ളൂ. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ, ഇപ്പോൾ നമ്മളിനി കൃപാസനത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തായാലും വൈകും. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ചോറും കറിയും വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വൈകും. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കഴിച്ചിട്ട് പോകാം, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഊണോ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പം മുട്ടക്കറിയും ആണ് ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കിയത്. അമ്മ കൊണ്ടുവന്ന ഇടിയപ്പം മേക്കർ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് ആദ്യം
പട്ടിക്ക് ഉരുളൻ തേങ്ങ കിട്ടിയ ഫീലായിരുന്നു കേട്ടോ. ഞാൻ കുറേ അതിൻ്റെ അകത്തോട്ട് പണിപ്പെട്ട്, കാരണം ഞാൻ ആദ്യം അമ്മ ഉണ്ടാക്കിയ സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എന്തോ ചില നേരം റിലേ പോകുമ്പോൾ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്ത് കൂട്ടണത്. എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോണതാണ്. അപ്പോൾ അതേ ആമിക്കുട്ടിയുടെ ഡ്രസ്സൊന്നും ഞാൻ മാറ്റിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് മേത്ത് ഇങ്ങനെ കറിയൊക്കെ ഒന്നും ആക്കാതിരിക്കാൻ വേണ്ട ഒരു ടവൽ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വേഗം തന്നെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും പോയി റെഡിയായി. ഞാനൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടേ. നമ്മളില്ലേ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചുരിദാർ തന്നെ ഇട്ട് അന്നോ ആലപ്പുഴ പോയപ്പോൾ ഈ ചുരിദാറായിരുന്നു. ഇതിടുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല കോട്ടൺ ആയതുകൊണ്ടിട്ടില്ലേ കിടന്നോളും, മറ്റേതൊക്കെ ചൂടെടുക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇത് തന്നെ ഉടുത്ത്. അപ്പം നമ്മളിനി കൃപാസനത്തിൽ പോകാം. നമ്മളെ കൃപാസനത്തിൽ പോയിട്ട് അവിടെ നിന്ന് വരുമ്പോൾ അർത്തിങ്കപ്പള്ളി കയറാമെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് പോകട്ടെ. ഞങ്ങൾ റെഡിയായി. ആമിക്കുട്ടി വന്നേ. അതെ, ആമയും റെഡിയായി. ആമ രാവിലെ പള്ളിയിൽ പോയ ആ ഡ്രസ്സ് തന്നെ ഇട്ടേക്കണം. ഇതാകുമ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ഇതാകുമ്പോൾ അധികം ചൂട് കൊടുക്കൂലല്ലോ. ഇത് ചൂടാണല്ലേ. സമയം കുറച്ചായിട്ടുള്ളൂ, എന്നിട്ട് ഇപ്പം തന്നെ ഭയങ്കര വെയിലാണ്. അങ്ങനെ ചേട്ടൻ റെഡിയായി ഇറങ്ങാൻ പോണ്. അപ്പം നമ്മളിനി പോണ വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം. ആമി എന്താ വിളിച്ചിരിക്കണേ? ആമി വിളിച്ചിരിക്കണെന്താ? വിളിച്ചിരിക്കാൻ പാടില്ല. ഒരു സുന്ദരി വന്നേക്കാൻ കിളിമീൻ. എന്താണ് വെള്ളം കുടിക്കട്ടെ മാറും. തുടങ്ങിയ രണ്ടും കൂടെ ഇനി നമ്മളെ നിനക്ക് ഈ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. ഭയങ്കര സുഖം ആണോ? ആമി കറുത്ത് പോട്ടെ നീ. ആ കൊള്ളാം. ആമി കോടയിൽ കയറാൻ വെയിൽ കിടക്കണ നോക്കി. പൊട്ട് കിട്ടില്ലേ? ചേരൂലേ? ബ്ലാക്ക് വിടാറുന്നല്ലോ. രാവിലെ പള്ളി പോയപ്പോ നമ്മളെ അന്ന് അമ്മ ഉണ്ടായിരുന്നപ്പോൾ കൃപാസനത്തിൽ ഒരിക്കലും പോയിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം ഞാൻ രണ്ടാമത്തെ പട്ടമാണ് കേട്ടാ പോണത്. അമ്മ എപ്പോഴും പോകാറുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഉള്ളപ്പോഴൊക്കെ പോയി നോവേന കൂടുകയും ഉടമ്പടിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഇതുവരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കൊരു വട്ടം ഇനിയിപ്പോൾ പിള്ളേരുടെ സ്കൂളൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോവേനൊക്കെ കൂടണമെന്നുണ്ട്. ഇപ്പം നമ്മൾ തൽക്കാലം ഒന്ന് ഇപ്പോൾ വെറുതെ പോയിട്ട് മാതാവിനടുത്ത് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് നോവേന ഉണ്ടാകുമോ അല്ലെങ്കിൽ നോവേന കഴിഞ്ഞിട്ടുണ്ടാകുമോ ഒന്നും ഒരു പിടുത്തമില്ലേ. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇച്ചിരി ദൂരം പോയാൽ മതി, അപ്പം തന്നെ ഛർദ്ദിക്കാൻ വരും കേട്ടോ. അപ്പോൾ ആ ഛർദ്ദിലൊന്നും ഒരു ഇത്തിരി ശമനം ഇങ്ങനെ ഛർദ്ദിക്കാനിങ്ങനെ തോന്നിയപ്പോൾ തന്നെ ഞാൻ വേഗം ചേട്ടനെ കൊണ്ട് വണ്ടിയൊക്കെ നിർത്തിച്ച് ഒരു അച്ചാറൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അച്ചാറ് കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി എനിക്കൊരു ആശ്വാസം പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ചാറൊക്കെ തൊട്ട് നക്കിയിട്ടാണേ പോയത്. അങ്ങനെ നമ്മൾ കൃപാസനത്തിലെത്തി പള്ളിക്കകത്തോട്ട് കയറി കേട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ചെല്ലുമ്പോൾ നിറയെ ആളുണ്ട് കേട്ടോ അവിടെ. നൊവേനയൊക്കെ കഴിഞ്ഞ് സമയമാണെന്ന് തോന്നണം കേട്ടോ. എനിക്ക് കറക്റ്റ് വലിയ പിടുത്തമില്ലേ അവിടുത്തെ നൊവേനയുടെ ദിവസങ്ങളൊന്നും എനിക്ക് വലിയ അറിവില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. പിന്നെ ചെറുത്താൻ്റെ തട്ടിപ്പ് പോലെ ആമിക്ക് തുടങ്ങിയൊരു ഇളക്കം. വെള്ളം വേണം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടുച്ച നേരമാണല്ലോ, ഉച്ച നേരം. പിന്നെ ചൂടെടുക്കൽ ഇതൊക്കെ കൊണ്ട് കൊച്ചിന് ദാഹിച്ചിട്ടും വയ്യ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് 3 മണിയായി കേട്ടോ. നമ്മളെ പള്ളിക്ക് അവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. അപ്പോൾ വരുന്ന വഴി ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ഇറങ്ങി വന്നത് കേട്ടോ. പക്ഷേ 3 മണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹോട്ടലുകളിലൊക്കെ ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഫുഡൊക്കെ ഊണും ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ, ചായയുടെ സമയമല്ലേ. എങ്കിലും ഞങ്ങൾ 2-3 സ്ഥലത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും അവിടെയൊന്നും ഊണൊക്കെ ഒന്നുമില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ തീരദേശ റോട്ടിൽ കൂടിയാണ് വന്നത് കൊണ്ടിട്ട് കൂടുതലും ഹോട്ടലുകളൊക്കെ ഒന്നും കാണല് ചുരുക്കമായിരിക്കും. പിന്നെ അവിടെ കൂടി വരാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് തണലുണ്ടാകും. ചൂടിനെ പറ്റി പറയാൻ വരട്ടെ. ഞാൻ മുടിയൊക്കെ ഇങ്ങനെ അമ്മക്കെട്ടൊക്കെ കെട്ടി വെച്ചിട്ടാണ് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കണം.
അത്രയും ചൂട് സഹിക്കാൻ പറ്റാനുള്ള കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. പിള്ളേർക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അപ്പോൾ ഞങ്ങൾ തീരദേശ റോട്ടിൽ കൂടി വന്നതുകൊണ്ട് അവിടെ കടകളൊക്കെ കുറച്ച് ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിനി പോണ വഴി വല്ല ചായക്കടെങ്കിലും കയറി ചായയെങ്കിലും കുടിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോരുന്നത് അവിടെ നിന്ന്. രാവിലെ ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ച് പോയിട്ട് പിന്നെ ഞങ്ങളൊരു വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ. ആമിക്കുട്ടിക്ക് അവിടെ നിന്ന് കൃപാസനത്തിൽ ചെന്നപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ കുടിവെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ച് കൊടുത്തത്. പിന്നെ ഫുഡ് കഴിക്കാനല്ലേ എന്ന് കരുതിയിട്ടാണ് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അതിനിടയ്ക്ക് കുടിക്കാനത്. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ചെല്ലാനത്തെത്തി. എനിക്കൊന്നൊരു കമ്പനിപ്പടിയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ആ സ്ഥലം. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ചായക്കട കണ്ടു. അങ്ങനെ അവിടെ വേഗം കയറി. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കഴിക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായയും കടിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളതേ 4 ചായയും പറഞ്ഞു. പിന്നെ അവിടെ ഉരുളക്കിഴങ്ങ് ബോണ്ട, പഴംപൊരി, അങ്ങനെ പരിപ്പ് വട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ബോണ്ട കഴിച്ചത്. ആമിക്കുട്ടിക്ക് ബ്രെഡ് പൊരിച്ചത് വേണമെന്ന് പറഞ്ഞു. ആലുവിന് പരിപ്പ് വടയും കണ്ടിട്ടായിരുന്നു. ഞങ്ങൾ 4 തരത്തിലുള്ള കടികളാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകും. പിന്നെ ഡ്രസ്സ് മാറി കുറച്ച് ഫോട്ടോ എടുക്കണം. നമ്മൾ കാർ എടുക്കണതിൻ്റെ അന്ന് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. ഫോട്ടോ ഒറ്റ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോഴത്തെ ആ വെപ്രാളത്തിൽ ഫോട്ടോയുടെ കാര്യമേ മറന്നുപോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് പിറ്റേ ദിവസം വണ്ടി വെഞ്ചരിക്കണ ദിവസം അന്ന് തന്നെ വൈകിട്ട് പോയി ഫോട്ടോസിൽ പോയി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് വേഗം തന്നെ തലേ ദിവസം കൊടുത്തച്ച ബ്ലാക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് വീണ്ടും പോയിട്ട് ഫോട്ടോസിൽ പോയിട്ട് ഒരു 5-6 ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്താവേ. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് അവിടുത്തെ നമ്പറിൽ ആ ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ 5 മിനിറ്റുള്ളിൽ തന്നെ അവിടെ എത്തിയിട്ട്. അപ്പോൾ അവിടെ ഇടാനുള്ള സ്ഥലമൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഞങ്ങൾ അവിടെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ. അതായത് ഇച്ചിരി നടക്കാനുള്ള ദൂരമുള്ളൂ വട്ടമാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് നടന്നു പോയി വണ്ടി എടുക്കാനും സുഖമാണ്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ കുടയൊക്കെ ചൂടി നിൽക്കണത്. നമ്മളപ്പോൾ ഇപ്പം ഇനി ഇവിടെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി 2 വീലറിന് നമ്മൾ നേരെ തോമ്പടിയിൽ പോകും. ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ കാര്യമായിട്ട്. അപ്പോൾ പിന്നെ കഴിക്കണമൊന്നുമില്ല. എന്തെങ്കിലും ഇച്ചിരി ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കാമെന്ന് ഫലൂഡയിലോട്ട് പോകും കേട്ടോ. സ്ഥലം മാറിപ്പോയി. എൻ്റെ മക്കൾക്ക് ഫുഡ് കഴിക്കണേലും കാര്യമാണ് കേട്ടോ ഇതേപോലത്തെ ഐസ്ക്രീം, ജ്യൂസ്, ഷേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ കഴിക്കാനൊന്നും വേണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നേരെ ഫലൂഡയിലോട്ട് പോകുന്നത് കേട്ടോ, തോപ്പുംപടിയിലുള്ള. അങ്ങനെ ഞങ്ങൾ 4 പേരും ഞാനും അമ്മയും ഓരോ സാധനങ്ങൾ വിധം സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോന്ന് നോക്കണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും 4 തരത്തിലുള്ള എന്തൊക്കെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ പേര് ഓർമ്മയില്ല. 4 തരത്തിലുള്ള എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമിക്കും ആലുവിനൊക്കെ ചെറിയൊരു തണുപ്പ് പോയാൽ മതി. അപ്പം പിറ്റേ ദിവസം ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇപ്പം പിന്നെ ഒരു സന്തോഷ ദിവസം ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തതേ ഉള്ളൂ. വല്ലപ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. 2 പേർക്കും തണുപ്പ് വഴി കൂടെ പോയാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുന്നതാണ്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.